കുമാരേട്ടാ പുളിമുട്ടായില്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിലെന്താ പേര് പറയാം? ചേട്ടാ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകണം. അതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് പഴയ രീതിയിൽ അങ്ങനെ ഗൈസ് നമ്മള് ഫസ്റ്റ് ഇടൽ അത് വലുതാട്ടത് മുട്ട സാധനം. ഓ യെസ്, അടുത്ത മുട്ട സാധനം നമ്മള് പിടിച്ച മീന് കണ്ട ഗൈസ്. ബാക്ക് ടു യുവർ ഡ്രീംസ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ചൂണ്ടൽ പിടിക്കാൻ പോകുക, നാടൻ രീതിയിൽ പിടുത്തം പണ്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ പഴയ ഒരു കടയിൽ വരും കേട്ടോ. ആ ഏരിയ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്നാലും വൈബാണ് ആ ഏരിയ. കാണിച്ചു തരാം. അപ്പോൾ ചൂണ്ടൽ മേടിക്കാം, പിന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നാട് മിസ് ചെയ്യുന്നവർ സ്പെഷ്യലി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇന്ന് കടയിൽ വന്നിരിക്കുന്നത് ബാക്കിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ ദക്ഷയുണ്ട്, പിന്നെ അപ്പോൾ ഞങ്ങളത് മീൻ പിടിക്കാൻ പോകുന്നു കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടി അതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ പണ്ട് മിഠായി മേടിക്കാനും പോകുന്നുണ്ട്. എന്ത് മിഠായി അറിയോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ആൽത്തറയും കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞ ഓണം വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെയാണ്. കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നെൽപ്പാടങ്ങളും കാര്യങ്ങളും. നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ ഒരു ചെറിയൊരു വഴി, റോഡത്തെ വഴി, അതിനപ്പുറത്തൊക്കെ കുളങ്ങളൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. പിന്നെ ഒരു മുക്കാണ് നമ്മുടെ ചെറിയൊരു മുക്ക് പഴയ കാലത്ത്. പിന്നെ പഴയ കാലത്ത് ഇരിക്കുന്ന ഒരു സാധനമുണ്ട് ഗൈസ്. നൊസ്റ്റാൾജി ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇരുന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതെ നമ്മുടെ പഴയ കട കേട്ടോ. പണ്ട് ഓടായിരുന്നു, ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വേറെ പുതിയ കടകളൊന്നും വന്നിട്ടില്ല കേട്ടോ. റോഡ് കുറച്ച് വ്യത്യാസപ്പെട്ട് ടൈലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കടയിലോട്ട് കയറുകയാണ്. ഓഹോ യെസ്, ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. പഴയ സാധനങ്ങൾ കാണുന്നുണ്ടോ? പഴയ സാധനങ്ങൾ. കുമാരേട്ടാ പുളിമിഠായില്ലേ? പുളിമിഠായി, പൊടിമിഠായി. അത് നിർത്തലാക്കിയ പൊടിമിഠായി എടുത്തു. പൊടിമിഠായി എടുക്കുക. അതല്ലേ പുതിയ അച്ചാറല്ലേ? അതും കഴിഞ്ഞില്ലേ? ഷോ, അവിടെ പഴയ സാധനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. നമ്മൾ പഴയൊരു കട കേട്ടോ. ഇവിടെയൊക്കെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചായക്കടയൊക്കെ ആക്കിയിട്ട് പൊളിയാണ്. പഴയ വൈബ് അങ്ങനത്തെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളിടും. നാരങ്ങളും കിട്ടും, പഴയ നാരങ്ങളും, പഴയ മോഡൽ എല്ലാം പഴയതാണ്. ആ ഒരു നൊസ്റ്റാൾജി ഇവിടെ വരുമ്പോൾ ഓക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഇവിടെ നമ്മൾ നാരങ്ങളും അതുപോലെ നമ്മുടെ എസ്പെഷ്യലി പുളിമിഠായി കേട്ടോ. പുളിമിഠായി ഇന്ന് ഇല്ല, അത്ര കഴിഞ്ഞു. എന്താ ചെയ്യാം? നമുക്ക് നോക്കാം. അപ്പുറത്തെ കടയിലുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് വരാം. കേട്ടോ, നമുക്ക് ചൂണ്ടൽ മേടിക്കുന്നത് സെറ്റാണ് ഇപ്പോൾ 10 രൂപ. പണ്ടൊക്കെ ഇത് മാത്രമേ ഉള്ളൂ. ടൈംഗീസും സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ അതെല്ലാം കൂടി സെറ്റായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുക്കിങ് കൂടി മേടിക്കാം. കുക്കിംഗ് എന്ന് പറയുന്നത് കുളത്തെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഐറ്റംസൊക്കെ കാണാം കേട്ടോ. ഗ്യാസ് മുട്ടായി ഉണ്ടോ? ഗ്യാസ് മുട്ടായി നമ്മുടെ കുപ്പിയിലുള്ളത്. കസ്തൂരി ഗുളിക. അതന്നെ കസ്തൂരി ഗുളികയാണല്ലോ. അതെ അത് രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം മതി. ഇപ്പോൾ വരാം, കാരണം പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പേക്ക് പുളിമുട്ടായി വരും. എടുത്തോ. ഇത് ഞങ്ങളുടെ നാട്ടിലെന്താ പേര് പറയാം? നമ്മൾ ചോദിച്ചൊന്നും സാധനം കിട്ടിയില്ല. പൊടിമിഠായി. അത് ഇനി ദിവസം കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. അത് തരാം. ഇനി നമുക്ക് മീൻ പിടിക്കാം. ഓക്കെ, നാടൻ തോട്ടിൽ ചൂണ്ടിട്ട് പിടിക്കാം. പൊളി വൈബ് എല്ലാം വേണ്ട ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ
ഇതിൽ നിങ്ങളൊക്കെ നെക്സ്റ്റ് അടിക്കുന്ന സാധനങ്ങളുണ്ടാവും. നമ്മളുടെ HR ഓർമ്മയുണ്ടോ? ഓർമ്മ കാണുന്നുണ്ട് സാധനങ്ങൾ. പിന്നെ പുളിജാമ്. പക്ഷേ ഞങ്ങൾ പുളിമിഠായിയാണ് തപ്പിപ്പോയത്. പക്ഷേ പുളിമിഠായി അവിടെ കണ്ടില്ല. വരുമെന്ന് പറഞ്ഞു. വരുമ്പോൾ നമ്മൾ കൊണ്ടുവരും. അതേ കുറച്ചൊരു 4-5 പീസ് മേടിക്കാൻ വിട്ടാക്കി എൻ്റെ ഭാര്യ അവിടുത്തെ കടയോട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പൂജ വയ്ക്കുമ്പോൾ പൂന്തോട്ടം കൊണ്ടുവരും. പിന്നെ പുളിപ്പൊടി കഴിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, പാലക്കാട് മാത്രം ഉള്ളതാണ്. ഈ സാധനം പണ്ടെല്ലാം വെറും പ്ലാസ്റ്റിക് കവറിലായിരുന്നു. ഇപ്പോൾ വിജയാണ് ഇതിൻ്റെ. വിജയ് അറിയുന്നുണ്ടോ ഉണ്ട് സംഭവം. ഒരു 4-5 പാക്കറ്റ് മേടിക്കാൻ വിട്ടപ്പോൾ ഒരു പാക്കറ്റേ മേടിച്ചിട്ട് വന്നു. പിന്നെ നമ്മളുടെ മീൻ പിടിക്കുന്ന യന്ത്രസാമഗ്രികൾ അതാണ് ഇതിനകത്ത്. സാധാ ടാങ്കീസ് സെറ്റ്. അപ്പോൾ ഇതിനകത്ത് കൊളുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലേ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകണം. അതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്, മീൻ പിടിക്കൽ. പിന്നെ പഴയ കാര്യങ്ങൾ കുറച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മളേ ചൂണ്ടലിടാൻ തോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മുടെ പഴയ വൈബൊക്കെ ഒന്ന് ഓർക്കാം. ദച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് മീൻ പിടിക്കാൻ. ഒരു പട തന്നെ ഉണ്ട് മീൻ പിടിക്കാൻ പോകാൻ. മീൻ പിടിക്കാൻ പോണ പടയാണ്. ചൂണ്ടലൊരാൾ ഏറെ ഒരാൾ പിടിക്കേണ്ടത് എനിക്ക്. പോവാ കിട്ടുമെന്ന് നോക്കുക. പഴയ വൈബൊക്കെ ഒന്ന്. അപ്പോൾ നമ്മുടെ വയലല്ല, വല്ലവരുടെയും വയൽ കേട്ടോ. എന്നാലും നമ്മുടെ വീട്ടിന് മുമ്പിൽ വയൽ പറയുമ്പോൾ പൊളിയല്ലേ. നല്ല അത്യാവശ്യം നല്ല വൈബില്ല സ്ഥലം. യെസ്, ഇതാണ് നമ്മുടെ സ്ഥലം. വൈബാണ് സ്ഥലം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. മീൻ പിടിക്കാൻ പോകണം. നശിപ്പിച്ച് സൂം ചെയ്ത് അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ രീതിയിലൊരു മീൻ അങ്ങനെ ഗൈസ് നമ്മളെ ഫസ്റ്റ് ഇടലിൽ തന്നെ ഒരു മീനെ കിട്ടി. പരിപാടി പറയുള്ളൂ. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോരോ സാധനം ഒരു പേര്. പിടിച്ചിരിക്കുന്നു. അടുത്ത യെസ്, അപ്പൊ 2 എണ്ണം കിട്ടി. വെച്ചു നമുക്ക് നിക്ക് ഫ്രൈ അടിച്ചു തരാം കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ല സൈസ്. അത് നോക്കൂ നമ്മൾ പിടിച്ച നമ്മളുടെ ഞണ്ട്. അതെ കട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് പുള്ളിക്കാരൻ കട്ട് ചെയ്ത് രക്ഷപ്പെടാനുള്ള പ്ലാനില്ല. പക്ഷെ ഈ സാധനത്തിന് പിടിക്കാൻ എനിക്ക് പേടിയുണ്ട്. നമുക്ക് വെറുതെ വിടാം, ജീവിച്ചോട്ടെ ഗൈസ്. അപ്പോൾ മീൻ പിടിച്ച് കണ്ടില്ലേ, നമുക്ക് വലുതായിട്ടൊന്നും ഈ മീനൊന്നും കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് മീനും കൊണ്ട് ആറാട്ട് നടത്തിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം ഇത് കുറേ നേരം ഇരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ കൂലികൾ, ചിലപ്പോൾ ബ്രാല് പിന്നെ അങ്ങനെയുണ്ട് അപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് ടൈമില്ല. നമുക്ക് മീനുള്ള സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കാം. അടാറ് മീൻ പിടുത്തം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു സ്ഥലത്ത് മീൻ പിടിക്കാൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട് തന്നെയാണ്, വേറെ എവിടെയല്ല. അപ്പോൾ മീൻ പിടിച്ചിട്ടേ നമ്മൾ നടങ്ങുന്നുള്ളൂ. മീൻ പിടിച്ച് കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും നാട്ടിൽ വന്ന് നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ ഗൈസ് ഒരു വൈബ്. ഫിഷിങ് ഒരു വൈബായിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഫിഷിങ് വൈബിലോട്ട് പോവുകയാണ്. മീൻ ചൂണ്ടലിട്ട് മടുത്ത് നടന്നില്ല ഒന്നും. അപ്പോൾ പിടിച്ച് കാണിച്ചു തരും. അപ്പോൾ ഗൈസ് നമ്മുടെ വീടും പറമ്പൊക്കെ ആട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പുറകുവശമാണ്. ഞങ്ങൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കുത്തിയ നമ്മുടെ ചെറിയൊരു കുളമാണ്. എല്ലാവരും ഉണ്ട് ഇന്ന് മീൻ പിടിക്കാൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വറ്റിക്കാൻ പ്ലാനിലാണ്. നമ്മൾ ഫസ്റ്റ് വലയിട്ട് മീനിനെയൊക്കെ പിടിക്കണം. ഈ മീനൊക്കെ പിടിക്കണം. ഇതിൽ എന്ത് മീനായിട്ടിരിക്കുന്നത്?
കാട്ട് മീൻ പിടിക്കുന്ന നോക്കി മാത്രമേ നിൽക്കുന്നുള്ളൂ കേട്ടോ. മീൻ പിടിക്കാൻ ഇറങ്ങണില്ല. ശരിക്കും ഈ പടുതാക്കുളം ഞാൻ, അച്ഛൻ, അനിയൻ, അമ്മ, എൻ്റെ ഭാര്യ ഇതെല്ലാം കൂടി ഒരുമിച്ച് കുത്തിയ പടുതാക്കുളം കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല അത്യാവശ്യം 6 അടിയോളം ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വീതി എല്ലാം ഉള്ള അടിപൊളി പടുതാക്കുളമാണ്. ഞങ്ങൾ ബഡ്ജറ്റിൽ ചെയ്യിച്ചെടുത്ത് മീൻ കൃഷി തുടങ്ങിയതാണ് കേട്ടോ. ലാസ്റ്റ് മീൻ പിടിക്കാൻ ഞങ്ങൾ കൃഷി തുടങ്ങിയിട്ട് ഈ മീനൊന്നും പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് തിന്നുന്നത്. അതാണ് വേറെ രസം. ഫസ്റ്റ് നമ്മൾ നെട്ടറും കാര്യങ്ങളൊക്കെ ഇട്ടു, ഇപ്പോൾ വേറൊരു മീൻ ഇട്ടു. ഓക്കെ, ഇപ്പോഴും പറഞ്ഞില്ല മീനിൻ്റെ പേര്. മീനിന് വലയിട്ട് പിടിക്കാം ഫസ്റ്റ്, അതിന് ശേഷം അതൊക്കെ ഒരു വൈബ്. വലയിട്ട് മീൻ പിടിച്ചിട്ട് പിന്നെ വറ്റിക്കും. ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്, അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. നല്ല അടാറ് ബ്രാലുണ്ട് കേട്ടോ, നല്ല അടാറ് ബ്രാൽ. ഇപ്പോൾ നമ്മൾ മീൻ ഇട്ടു കൊണ്ടിരിക്കുന്നു. അതല്ല മീൻ എന്നെ കൊണ്ട് പോകുന്നു. ഇത് വലുതാരണം പഠിച്ചിട്ടുണ്ട്, വലുതാരണം പഠിച്ചിട്ടുണ്ട്. ഇതേ ഒരെണ്ണം പഠിച്ചു. ആരെ കാല് വെച്ചോക്കണ ഇവിടെ. അയ്യോ അതിനധികം പെട്ടിട്ടില്ല, അതിന് പേരും പിടിച്ചില്ലെങ്കിൽ അറ്റത്ത് അവിടെ ഉണ്ടോ തോന്നുന്നു, അവിടെ അടിച്ചു. ഇതേ രണ്ടെണ്ണം അടുത്ത്. അത് ജസ്റ്റ് മിസ്. അത് വലുതാട്ടത്, അത് വലുതാട്ടോ, അത് വലുതാട്ടത്. അത് വലുതാ. അയ്യോ ആ, രണ്ടും കിട്ടി. മീൻ പിടിച്ച് ക്ഷീണിച്ച് കിടക്കണ വീഡിയോ എടുത്ത് കാണിച്ചു തരണോ നിനക്ക്? ഞാൻ വീഡിയോ എടുക്കണ്. മീനുകൾ നമ്മളിതിനകത്തൊരു 10-400 മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറേയൊക്കെ പിടിച്ചു തന്നു. ഇനി കുറേ പിടിക്കാനുണ്ട്. പിടിക്കാൻ വേണ്ടി മുട്ടൻ സാധനങ്ങൾ പിടിക്കാനുള്ളൂ. നമ്മളത് മുട്ട സാധനങ്ങൾ പിടിക്കും. ഓ യെസ്, അടുത്ത മുട്ടൻ സാധനം രക്ഷപ്പെട്ടു പോയി. അത് ചാടി രക്ഷപ്പെട്ടു. ഇതെത്ര ഉണ്ടാവും അവിടെ? ഒരു സാധനം 1 കിലോ ഉണ്ടാവും. ഉണ്ടല്ലേ? ഇനി ഇടുമ്പോ കുറവിട്ടാ മതി. ഇത് തന്നെയല്ലേ ഇടണ? വാള തന്നെയല്ലേ ഇടണ? വാള ഇവിടെ പെട്ടത്. ഇനി പെടാൻ വലുതൊന്നും ഇല്ലാതെ തോന്നുന്നു. ഇല്ല, അത് സ്കൂട്ടായി. ഇല്ലല്ലോ, അത് അടിപൊളി. 3 ഒരു വരി വലിച്ച എല്ലാം കുറേ എണ്ണം പെടൂടാ. ഇല്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. അതിലുണ്ട്. വേണ്ട അവിടെ ഇട്ട്. ഇത് ഇതിൽ പെട്ട്, ഇവിടെ പെട്ട്. ആ, എല്ലാ കിലോന് മേലെ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം കഴിഞ്ഞു കേട്ടോ. ഒരു 8-10 എണ്ണം അതിൽ കൂടുതൽ നമ്മൾ പിടിച്ചു. ഇന്നത്തെ മീൻ പിടുത്തം നിർത്തി. ഇനി നാളെ നമ്മളിതങ്ങോട്ട് വറ്റിക്കും. നമ്മുടെ ഈ ഫുൾ കുളം വറ്റിച്ച് മീനിട്ട് ഇനി അടുത്ത് നമ്മൾ വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മുടെ ഈ മീൻ കുഞ്ഞുങ്ങൾ. ഓക്കെ, നമ്മൾ പിടിച്ച മീന് കണ്ട ഗൈസ്. ഇതിലെ ഏറ്റവും വലിയ മീൻ ഏതാ ചോദിച്ചു നോക്ക്. അതാണ് ഏറ്റവും വലിയ മീൻ അല്ലേ? തൊട്ടാ നല്ല വിളിക്കണ മീൻ, തൊട്ടാ നല്ല വിളിക്കണ മീൻ ഇത്.
തൊട്ടപ്പം വിളിക്കുന്നു. അയ്യോ ചാടി കുത്താൻ വരുന്നു. ഇനി അമ്മമാര് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ ആക്ച്വലി ഗ്രില്ലടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഗ്രില്ലടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാൻ നിർത്തി. കാരണം നമ്മൾ പണ്ടത്തെ ഗ്രില്ലറാണ്. ഇവിടുത്തെ ഏരിയ ഗ്രില്ലടിയൊക്കെ ഞാൻ തന്നെയായിരുന്നു. നമ്മളുടെ പരിപാടി നമ്മൾ ഈ ഞായറാഴ്ചകളിലൊക്കെ സുഹൃത്തുക്കളോടൊപ്പം ഗ്രില്ലടി. പക്ഷേ ഇപ്പോൾ പഴയ വൈബൊക്കെ പോയി. അതെന്ന് വെച്ചാൽ ഗ്രില്ലടിക്കാൻ മടി പിടിച്ചു എന്ന് പറയാം. അപ്പോൾ അതാണിപ്പോൾ സംഭവം. ഇപ്പോൾ മീൻ പിടിച്ച് കഴിഞ്ഞ് ഇനി അവർ കറി വയ്ക്കുകയോ വറക്കുകയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ആക്ച്വലി എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജസ്റ്റ് ഈ മീൻ പിടുത്തം കാണിച്ചു തരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എൻ്റെ നാട്ടിൻപുറം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഒരു ഫിഷിങ് കാണിച്ചു തന്നു. എൻ്റെ വെക്കേഷൻ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഇനിയൊരു 2-3 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് കണ്ടിങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ഓക്കെ.